ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ത്യയിലെയും അതുപോലെ തന്നെ ജപ്പാനിലെയും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ ആഴ്ച വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരാഴ്ചയായിരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ ടെക്നോളജി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരാഴ്ചയായിരുന്നു. പ്രത്യേകിച്ച് അമേരിക്കയിലെ NVIDIA സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിന് വളരെ ഫാബുലസ് ആയിട്ടുള്ള റിട്ടേൺ ആണ് കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജാപ്പനീസ് മാർക്കറ്റ് 1989 ഡിസംബർ 29 ജാപ്പനീസ് നിക്കായ് 225 ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരുന്നത്. 38,957.44 അന്ന് ഹിറ്റ് ചെയ്തിട്ടുള്ള ഓൾ ടൈം ഹൈ. അതിനുശേഷം ഇതുവരെ ആ ലെവലിലേക്ക് ജാപ്പനീസ് നിക്കായ് 225 എത്തിയിട്ടില്ല. പക്ഷെ ഈ ആഴ്ചയിൽ ജാപ്പനീസ് മാർക്കറ്റ് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. ജാപ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റിലെ ജാപ്പനീസ് ഇൻഡെക്സ് ആയ നിക്കായ് 225 35,725 ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ജാപ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ കഴിഞ്ഞ വർഷം വലിയ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. 2024 വലിയ രീതിയിലുള്ള നേട്ടമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ജാപ്പനീസ് ഇൻവെസ്റ്റേഴ്സൊക്കെ പറയുന്നത് നിക്കായ് 225 ഡിസംബർ ആകുമ്പോഴേക്കും 41,800 42,000 ലെവലിലേക്ക് ഉയരുന്നതാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും 2023 ഏറ്റവും കൂടുതൽ ഫണ്ട് അലൊക്കേഷൻ നടത്തിയിട്ടുള്ള ഒരു മാർക്കറ്റ് ജാപ്പനീസ് മാർക്കറ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യയും അതുപോലെ തന്നെ ഇന്തോനേഷ്യയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ച നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഓവർസീസായിട്ട് നമ്മുടെ റെക്കമെൻഡേഷൻസ് അക്സെപ്റ്റ് ചെയ്ത് അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടെ NVIDIAയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനൊക്കെ വളരെ ഫാബുലസ് ആയിട്ടുള്ള ഒരാഴ്ചയായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ആഴ്ച കടന്നു പോയിട്ടുള്ളത് തമിഴ്നാട് ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ്, അതുപോലെ തന്നെ ഗുജറാത്തിലെ വൈബ്രൻറ്റ് ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ്. ഈ സമ്മിറ്റ് രണ്ടും ഈ ആഴ്ച നടന്നിരുന്നു. ഗുജറാത്തിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫർ ചെയ്തിരിക്കുന്നത് പല കമ്പനികളും ഓഫർ ചെയ്തിരിക്കുന്നത് ടോട്ടൽ നോക്കുകയാണെങ്കിൽ 26.33 ലക്ഷം കോടി രൂപയ്ക്കുള്ള പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ കോർപ്പറേറ്റുകൾ ഓഫർ ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിലാണെങ്കിൽ 6.64 ലക്ഷം കോടി രൂപയ്ക്കുള്ള പ്രൊജക്റ്റുകളാണ്. ഇപ്പോൾ ഗുജറാത്തിൽ ധാരാളം കമ്പനികൾ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തമിഴ്നാട്ടിലും പ്രത്യേകിച്ച് റിന്യൂവബിൾ എനർജി രംഗത്ത് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നമുക്ക് ഈ ആഴ്ച കടന്നു പോയിട്ടുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള സെൻറ്റിമെൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മുടെ Q3 റിസൾട്ടുകൾ ആരംഭിച്ചു കഴിഞ്ഞു. Q3 റിസൾട്ടുകൾ ഇൻഫോസിസ്, TCS, വിപ്രോ, HCL ടെക് ഒക്കെ അനൗൺസ് ചെയ്തു കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷനാണ്. പക്ഷേ പല കമ്പനികളുടെയും ഗൈഡൻസ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ വേഴ്സ്റ്റ് സീംസ് ഓവർ ഫോർ IT കമ്പനീസ് എന്നാണ് നമ്മുടെയൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻ. ഈ റിസൾട്ടിന് ശേഷം അത്തരത്തിലുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് സ്റ്റോക്ക് പ്രൈസിൽ റിസൾട്ടിന് ശേഷം TCSൻ്റേതായാലും ഇൻഫോസിസിൻ്റേതായാലും അതോടൊപ്പം തന്നെ HCL ടെക്, വിപ്രോ തുടങ്ങിയ കമ്പനികളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. HCL ടെക്കിൻ്റെയും വിപ്രോയുടെയും റിസൾട്ട് വന്നിരിക്കുന്നത് വെള്ളിയാഴ്ച ട്രേഡിങ്ങിന് ശേഷമാണ്. വളരെ ഫാബുലസ് ആയിട്ടുള്ള പെർഫോമൻസാണ് ഈ രണ്ട് കമ്പനികളും കാഴ്ചവെച്ചിട്ടുള്ളത്. റിസൾട്ടുകൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ TCSൻ്റെയും അതുപോലെ തന്നെ HCL ടെക്കിൻ്റെയും റിസൾട്ടുകളൊക്കെയാണ് ഈ 4 റിസൾട്ടുകൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഓവറോൾ നമ്മൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇൻഫോസിസും ഗൈഡൻസ് ഉയർത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇൻഫോസിസിൻ്റെയും ഓർഡർ ബാഗിങ് ഒക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള സെൻറ്റിമെൻ്റാണ് ഇൻഫോസിസ് സ്റ്റോക്കിലും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടെക്നോളജി സ്റ്റോക്സ് വരും ദിവസങ്ങളിലും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ഒരുപക്ഷെ നാളെ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വിപ്രോ ഒക്കെ 500 രൂപയ്ക്ക് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. വിപ്രോയുടെ ADR അമേരിക്കയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് 16.7% ബെറ്റർ
ബെറ്റർ ആയിട്ടാണ്. അതോടൊപ്പം തന്നെ HCL ടെക്കും വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ്. ഒരുപക്ഷെ ഈ 4 റിസൾട്ടുകളും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് കാഴ്ചവെച്ചിരിക്കുന്ന HCL ടെക്കാണ്. HCL ടെക്കിൻ്റെ സ്റ്റോക്ക് പ്രൈസിലും നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ കാണാൻ സാധിക്കും. ഒപ്പം ഇനി വരാൻ പോകുന്ന IT റിസൾട്ടുകളും L&T മൈൻഡ്രി, L&T ടെക്നോളജി സർവീസസ്, പേഴ്സിസ്റ്റൻറ്റ് സിസ്റ്റംസ്, സൊണാറ്റ സോഫ്റ്റ് ഇതൊക്കെ ബെറ്റർ ആയിരിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോട്ടക് ഷെയർ വെൽത്തിൻ്റെ ക്ലയൻറ്റുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് സെമിനാറുകളിലൊക്കെ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ടെക്നോളജി സ്റ്റോക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. കാരണം ധാരാളം ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഈ സ്റ്റോക്കുകളൊക്കെ അക്യുമുലേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫൈനാൻഷ്യൽ ഗെയിനിൽ വളരെ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇനി നമ്മൾ ചൈനയിലത്തെ എക്കണോമിക് ഡാറ്റയൊക്കെ നോക്കുകയാണെങ്കിൽ ചൈനയിൽ ഡിസംബറിലും കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ -0.3 ആണ്, നവംബറിൽ -0.5% ആയിരുന്നു. ഇപ്പോൾ ഒരു ഡിഫ്ലേഷണറി പ്രഷറാണ് ചൈനീസ് എക്കണോമി. പക്ഷേ വേഴ്സ്റ്റ് സീംസ് ഓവർ എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള എക്സ്പെക്റ്റേഷൻ ചൈനയിൽ. അതോടൊപ്പം തന്നെ മെറ്റൽ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും മെറ്റൽ സ്റ്റോക്കുകളും ചൈനയിൽ വേഴ്സ്റ്റ് സീംസ് ഓവർ എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് എത്തി നിൽക്കുന്നത്. നമ്മൾ വീക്ക് ടു വീക്കൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ വീക്ക് ടു വീക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ള സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തു. നിഫ്റ്റി 21,928.25 ആണ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തത്. അതുപോലെ തന്നെ സെൻസെക്സ് 72,720.96 ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തൊരു ദിവസമാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് പല ന്യൂസ് ഫ്ലോസും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. വെള്ളിയാഴ്ച $2,053.6 പെർ ഔൺസിനാണ് ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തത്. പക്ഷേ അതിൻ്റെ പ്രീവിയസ് വീക്ക് നോക്കുകയാണെങ്കിൽ $2,052 പെർ ഔൺസിനാണ്. ബ്രണ്ട് ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് വെള്ളിയാഴ്ച വീക്ക് ടു വീക്ക് കമ്പയർ ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മെറ്റൽസും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പൊതുവെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലത്തെ പുതിയ ഓൾ ടൈം ഹൈ ഒക്കെ നോക്കുകയാണെങ്കിൽ NVIDIA പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത ആഴ്ചയായിരുന്നു. അതുപോലെ തന്നെ മെറ്റാ പ്ലാറ്റ്ഫോമും പുതിയ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്ത ഒരാഴ്ചയാണ് ഈ ആഴ്ച. അതുകൊണ്ട് തന്നെ പൊതുവെ ടെക്നോളജി സ്റ്റോക്കുകൾക്ക് ഗ്ലോബലി വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചൈനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന പല ന്യൂസുകളും നോക്കുകയാണെങ്കിൽ ലോൺ ഗ്രോത്ത് ഒക്കെ 10 ഇയർ ലോയിലേക്കൊക്കെയാണ് പോയിരിക്കുന്നത്. 10.4% ഡിസംബറിലത്തെ ലോൺ ഗ്രോത്തുകൾ. 10 വർഷത്തേന്നല്ല, ഒരു പക്ഷേ 20 വർഷത്തെ ലോവസ്റ്റ് ലെവലിലേക്കാണ് പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും കറണ്ട് ലെവലിൽ നിന്ന് ചൈനീസ് മാർക്കറ്റുകൾ റിക്കവർ ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. തിങ്കളാഴ്ച ഒരു പക്ഷേ ചൈനീസ് സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമെന്നുള്ള എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട്. അപ്പോൾ പൊതുവെ അത് ഏഷ്യൻ മാർക്കറ്റ് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് തിങ്കളാഴ്ച അടുത്ത ആഴ്ചയിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. ഇനി നമ്മൾക്ക് സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ ന്യൂസ് ഫ്ലോസ് ഏറ്റവും പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് അക്വാ കൾച്ചർ സെഗ്മെൻ്റ് ആണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം അക്വാ കൾച്ചർ ഷ്രിമ്പുകളൊക്കെ മെക്സിക്കോ അതുപോലെ തന്നെ ഇക്വഡോർ രാജ്യങ്ങളിലൊക്കെ, മെക്സിക്കോയിലാണെങ്കിൽ ഷ്രിമ്പ് ഇൻഡസ്ട്രീനെ അവിടെ ഫംഗസ് ഇൻഫെക്ഷനും മറ്റ് ഇൻഫെക്ഷനും ഒക്കെ ബാധിച്ചിരിക്കുകയാണ്. ഇക്വഡോറിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ബാധിച്ചിരിക്കുകയാണ്. ഈ 2 രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ ഷ്രിമ്പുകളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയിലേക്ക്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഷ്രിമ്പിൻ്റെ വരവ് കുറയും. ഇന്ത്യയിൽ നിന്നുള്ള അക്വാകൾച്ചർ കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഈ പോയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം നമ്മുടെ അക്വാകൾച്ചർ രംഗത്തുള്ള സ്റ്റോക്കുകളൊക്കെ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കമ്പനി തന്നെയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കിങ്സ് ഇൻഫ്രാവെഞ്ചറാണ്. നമ്മൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. 2024 ടോപ്പിക്കാണ്, നമ്മുടെ ദീപാവലിയിലെ ടോപ്പിക്കുകളിലൊന്നാണ്.
ഈ സ്റ്റോക്ക് ഇപ്പോൾ കോട്ട് ചെയ്യുന്നത് 217.15 ഓൾ ടൈം ഹൈ വന്ന് അറൗണ്ട് 215 രൂപ പെർ ഷെയർ ലെവലിലാണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. കിങ്സ് ഇൻഫ്രാ വെഞ്ചറിനുള്ള പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്ന് ധാരാളം ഓർഡർ കിട്ടിയിട്ടുള്ളൊരു കമ്പനിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് അഭിമാനപൂർവ്വം പറയാം, ഇന്ത്യയിലെ അക്വാകൾച്ചർ രംഗത്ത് ഏറ്റവും നല്ല പ്രൊമോട്ടർ, അതായത് അക്വാകൾച്ചർ ഇൻഡസ്ട്രിയുടെ ഇൻ ആൻഡ് അബൌട്ട് അറിയാവുന്ന ഒരു പ്രൊമോട്ടറാണ് ഇദ്ദേഹത്തുള്ളത്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ടോപ്പ് ലെവലിലുള്ള അത്രയധികം നോളജ് ലെവലിലൊരു പ്രൊമോട്ടറുള്ളൊരു കമ്പനിയാണ്. മറ്റൊരു കമ്പനി അക്വാകൾച്ചർ രംഗത്ത് ഈ ഇത്തരത്തിലുള്ളൊരു പ്രൊമോട്ടർ ഉണ്ടെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നോളജ് ലെവൽ തന്നെയാണ് ഈ കമ്പനീനെ ഈ കറണ്ട് ലെവലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വീണ്ടും വലിയ രീതിയിൽ കിങ്സ് ഇൻഫ്രാ വെഞ്ചർ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഗ്ലോബൽ ന്യൂസ് ഫ്ലോസും ഈ ഇൻഡസ്ട്രിക്ക് വളരെ പോസിറ്റീവാണ്. അപ്പം നമ്മൾ വീണ്ടും സ്ട്രോങ് ആയിട്ട് തന്നെ റെക്കമെൻഡ് ചെയ്യാണ് കിങ്സ് ഇൻഫ്രാ വെഞ്ചർ വലിയ ഹയർ ലെവലിലേക്ക് വീണ്ടും മുന്നേറുന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് എനിക്കുള്ളത്. ഒരുപക്ഷെ 400-500 രൂപ പെർ ഷെയറൊക്കെ അടുത്ത 1-2 വർഷത്തിനുള്ളിൽ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് കിങ്സ് ഇൻഫ്രാ വെഞ്ചർ ലിമിറ്റഡ് വാങ്ങി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. ഗോൾഡ്മാൻ സാക്സിൻ്റെ റിസർച്ച് റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയിൽ 4 കോടിയിലധികം ജനങ്ങൾ ഇപ്പോൾ തന്നെ അഫ്ലുവൻറ്റ് ഇന്ത്യൻസ് ആയിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം ലക്ഷറി ഐറ്റംസ് വാങ്ങാൻ കഴിവുള്ള ജനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് 6 കോടി ജനങ്ങളിലേക്ക് ഉയരുകയാണ് 2024. ഈ വരുന്ന അടുത്ത കാലങ്ങളിൽ വലിയ രീതിയിൽ വീണ്ടും ഇവരുടെ സംഖ്യ കൂടും, എണ്ണം കൂടും. അതിനനുസരിച്ച് ലക്ഷറി ഗുഡ്സുകളുടെ സെയിൽസൊക്കെ വലിയ രീതിയിൽ മുന്നേറുന്നതാണ് പറയുന്നത്. പ്രത്യേകിച്ച് ജ്വല്ലറി സെയിലുകൾ, അതുപോലെ തന്നെ ലക്ഷറി ഐറ്റംസ്, അതുപോലെ തന്നെ ഹോട്ടൽ ഇൻഡസ്ട്രിക്കും വളരെ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പോൾ ലക്ഷറി സെയിൽസൊക്കെ യൂസ്ഡ് വാച്ചസൊക്കെ വിൽക്കുന്ന എത്തോസ് ലിമിറ്റഡിനെ പോലെയുള്ള കമ്പനികൾ, ടൈറ്റൻ, കല്യാൺ ജ്വല്ലറി, അതുപോലെ തന്നെ ഇന്ത്യൻ ഹോട്ടൽസ്, ലെമൺ ട്രീ ഹോട്ടൽസ്, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ ഫാബുലസ് ഇയേഴ്സാണ് വരാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് ഗോൾഡ്മാൻ സാക്സിൻ്റെ റിസർച്ച് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇത്തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയായിരുന്നു. കഴിഞ്ഞ 2024 നമ്മൾ കൊടുത്തിരിക്കുന്ന ടോപ്പിക്കുകളിൽ ഒന്ന് നമ്മുടെ എത്തോസ് ലിമിറ്റഡ് ആണ്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം ഓൾറെഡി ഈ സ്റ്റോക്കൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഒപ്പം കല്യാൺ ജ്വല്ലറിയും നമ്മുടെ സ്ട്രോങ് റെക്കമെൻഡേഷൻ തന്നെയാണ്. ഇന്ത്യൻ ഹോട്ടൽസും ലെമൺ ട്രീയും ഒക്കെ നമ്മുടെ സ്ട്രോങ് റെക്കമെൻഡേഷൻസ് തന്നെയാണ്. വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമന്ത്രി ലക്ഷദ്വീപിൽ അവിടെ ദ്വീപിൽ പോയി ദ്വീപിൽ ഇറങ്ങി വലിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കിയപ്പോൾ പല സ്റ്റോക്കുകളും വലിയ രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ലക്ഷദ്വീപിൽ റിസോർട്ടുള്ള പ്രവേക്ക് ബോംബെ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ഒരു ഫണ്ടമെൻ്റൽസിന് എബോവ് ആയിട്ടുള്ള റാലി ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഫണ്ടമെൻ്റൽസ് വെച്ച് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം ഇമ്മീഡിയറ്റ് വരുന്ന ഒരു ഫ്രൻസിയിൽ വലിയ ഹയർ ലെവലിൽ എൻട്രി ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ അക്വാകൾച്ചർ രംഗം മാറി വെച്ച് കഴിഞ്ഞാൽ റിന്യൂവബിൾ എനർജിയാണ് വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ട്രോലൈസർ രംഗത്ത് വലിയ കാൽവയ്പ്പുകളാണ് പല കമ്പനികളും നടത്തിയിട്ടുള്ളത്. അഡാനി ന്യൂ ഇൻഡസ്ട്രീസ് അഡാനി എൻ്റർപ്രൈസിൻ്റെ സബ്സിഡിയറിയാണ്. ആ കമ്പനിക്കാണ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ആൽക്കലൈൻ ഇലക്ട്രോലൈസർ ഉണ്ടാക്കാനുള്ള ഒരു ഓർഡർ കിട്ടിയിരിക്കുന്നത്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമിലാണ് ഈ ഓർഡർ വന്നിട്ട്. ഇലക്ട്രോലൈസർ എന്ന് പറയുന്നത് വാട്ടറിനെ ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് വേർതിരിക്കുന്നൊരു എക്യുപ്മെൻ്റ് ആണ്.
അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റം ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതായത് ഗ്രീൻ എനർജി യൂസ് ചെയ്തുകൊണ്ട് വാട്ടറിനെ ഹൈഡ്രജനും ഓക്സിജനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് ഇലക്ട്രോലൈസർ സിസ്റ്റം. അപ്പോൾ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രീൻ ഹൈഡ്രജൻ ആണ്. ഭാവിയിൽ ആൽക്കലൈൻ ഇലക്ട്രോലൈസറും മറ്റു രീതിയിലുള്ള ഇലക്ട്രോലൈസറുകളൊക്കെ വലിയ രീതിയിൽ ആവശ്യമുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അഡാനി ന്യൂ ഇൻഡസ്ട്രീസിനാണ് ഈ ഓർഡർ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ധാരാളം കമ്പനികൾ കൂടെയുണ്ട്. അദ്വൈത് ഇൻഫ്രാടെക് ഉണ്ട്, അതുപോലെ തന്നെ ജോൺ കോക്കറിലുണ്ട്. ഇവരൊക്കെ ഇലക്ട്രോലൈസർ രംഗത്തുണ്ട്. LNT ഉണ്ട്, റിലയൻസ് ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റിന്യൂവബിൾ എനർജി രംഗത്ത് നിന്ന് വരുന്ന ന്യൂസുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. അഡാനി ന്യൂ ഇൻഡസ്ട്രീസ് അഡാനി എൻ്റർപ്രൈസസിൻ്റെ സബ്സിഡിയറിയാണ്. ഭാവിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഡീമർജ് ചെയ്ത് കിട്ടാവുന്ന ഒരു കമ്പനിയും കൂടിയാണ് അഡാനി ന്യൂ ഇൻഡസ്ട്രി. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് അഡാനി എൻ്റർപ്രൈസസിലാണ്. അതുപോലെ തന്നെ ധാരാളം കമ്പനികൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുള്ള കമ്പനികളുണ്ട്. ഗുജറാത്ത് വൈബ്രൻറ്റ് സമ്മിറ്റിൽ ധാരാളം കമ്പനികൾ ഇത്തരത്തിലുള്ള MOU ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. ഈ കമ്പനികളൊക്കെ നല്ല രീതിയിൽ അടുത്ത വർഷങ്ങളിൽ മുന്നേറും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണുള്ളത്. ടാറ്റ കൺസ്യൂമർ വീണ്ടും ഒരു അക്വിസിഷൻ നടത്തിയിരിക്കുകയാണ്. ക്യാപിറ്റൽ ഫുഡ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ടാറ്റ ഫുഡ്സ് കൺസ്യൂമർ അക്വിസിഷൻ നടത്തിയിട്ടുള്ളത്. 5100 കോടി രൂപയ്ക്കാണ്. ഡൊമസ്റ്റിക് ആയിട്ട് ചൈനീസ് മസാലകളും മറ്റ് സ്പൈസസും മറ്റ് കോമ്പൗണ്ട്സും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. തീർച്ചയായിട്ടും ടാറ്റ കൺസ്യൂമറിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. അടുത്ത ആഴ്ച മുതൽ ടാറ്റ കൺസ്യൂമറും ടാറ്റ കോഫിയും മെർജ് ചെയ്തിട്ടുള്ള എൻറ്റിറ്റിയാണ് ട്രേഡിംഗ് ആരംഭിക്കുന്നത്. കാരണം ടാറ്റ കോഫി ടാറ്റ കൺസ്യൂമറിൽ മെർജ് ചെയ്യാണ്, അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ അക്വിസിഷനും വന്നിരിക്കുകയാണ്. അപ്പോൾ ടാറ്റ കൺസ്യൂമർ കറണ്ട് ലെവലിൽ നിന്ന് അടുത്ത മാസങ്ങളിലൊക്കെ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള ഒരു FMCG കമ്പനിയും കൂടിയാണ് ടാറ്റ കൺസ്യൂമർ. ഡൈവേഴ്സിഫൈഡ് FMCG കമ്പനിയാണ്. പ്രത്യേകിച്ച് ടാറ്റയുടെ മാനേജ്മെൻറ്റ് അണ്ടറുള്ള കമ്പനി എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കിട്ടാവുന്ന ഒരു ന്യൂസും കൂടിയാണ് ഇന്ന് വന്നിട്ടുള്ള ഈ ന്യൂസ്. അപ്പോൾ പൊതുവേ നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ച പോലെ അഡാനിയും അതുപോലെ തന്നെ അംബാനിയും തമ്മിലുള്ള ടെഗ് ഓഫ് വാർ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഗൗതം അഡാനി ഏഷ്യയിലത്തെ റിച്ചസ്റ്റ് പേഴ്സണായി മാറിയിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ മുകേഷ് അംബാനി ഏഷ്യയിലത്തെ റിച്ചസ്റ്റ് പേഴ്സൺ ആയിരിക്കുകയാണ്. അതിന് കാരണം റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ സ്റ്റോക്ക് പ്രൈസും അതോടൊപ്പം തന്നെ ജിയോ ഫൈനാൻഷ്യൽ സർവീസിൻ്റെ സ്റ്റോക്ക് പ്രൈസും റിലയൻസിൻ്റെ അണ്ടറിലുള്ള മറ്റ് കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസും മുന്നേറിയതാണ്. ഒപ്പം അഡാനി ഗ്രൂപ്പിൻ്റെ ഷെയറുകളും മുന്നേറ്റം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഗ്രൂപ്പുകളും കോമ്പീറ്റ് ചെയ്ത് മുന്നേറുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. കാരണം കോട്ടർ ഷെയർവെൽത്തിൻ്റെ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ അഡാനി ഗ്രൂപ്പ് ഓഫ് ഷെയർസുകളും അതുപോലെ തന്നെ റിലയൻസിൻ്റെ ജിയോ ഫൈനാൻഷ്യൽ സർവീസസും ഒപ്പം റിലയൻസ് ഇൻഡസ്ട്രീസും ഒക്കെയാണ്. തീർച്ചയായിട്ടും ഈ ന്യൂസുകളെല്ലാം തന്നെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് പോസിറ്റീവാണ്. ഒപ്പം ഒരുപക്ഷെ മുകേഷ് അംബാനിയുടെ ബ്രദറായിട്ടുള്ള അനിൽ അംബാനിയുടെ കമ്പനികൾ 2 എണ്ണുണ്ട്. നമ്മുടെ സ്ട്രോങ് റെക്കമെൻഡേഷൻ ആയിരുന്നു റിലയൻസ് പവറും റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറും. റിലയൻസ് പവർ നമ്മൾ റെക്കമെൻഡ് ചെയ്ത ലെവലിൽ നിന്ന് ഓൾറെഡി 100% റിട്ടേൺ ആയി കഴിഞ്ഞു. 16-18 ലെവലിലാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്തത്. ഇപ്പോൾ 32-33 ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഓൾമോസ്റ്റ് 100% റിട്ടേണിലേക്ക് മാറിയിരിക്കുകയാണ് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറും. അപ്പോൾ ഈ 2 സ്റ്റോക്കുകളും വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ്. കാരണം റിലയൻസ് പവർ എല്ലാ ഡെറ്റ് ഒബ്ലിഗേഷൻസും ഇമ്മീഡിയറ്റ് മീറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറും അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റിൽ തന്നെയാണ്. അപ്പോൾ വേഴ്സ്റ്റ് സീംസ് ഓവർ ഫോർ ദീസ് കമ്പനീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അതിനനുസരിച്ചുള്ളൊരു മുന്നേറ്റം ഈ സ്റ്റോക്കുകളിൽ കാണാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓവറോൾ നമ്മൾ ഈ ആഴ്ച വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ആഴ്ചയായിരുന്നു. അടുത്ത ആഴ്ചേനെ നോക്കിക്കാണുന്ന വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റോട് കൂടി തന്നെയാണ്. നിഫ്റ്റി ഒരു പക്ഷേ 22,200 ലെവലിലേക്കൊക്കെ ഒരു ബുള്ളിഷ് സിനാരിയോയിൽ അടുത്ത ആഴ്ചയിൽ മുന്നേറുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ റിലയൻസിൻ്റെ Q3 റിസൾട്ട് വരുന്നുണ്ട്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. മറ്റു പ്രമുഖ റിസൾട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ റിസൾട്ട്
റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റും നമുക്ക് അടുത്ത ആഴ്ചയിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നത് അക്വാകൾച്ചർ രംഗത്ത് ഗ്ലോബലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഇന്ത്യൻ അക്വാകൾച്ചർ രംഗത്ത് വലിയ രീതിയിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതിലേറ്റവും മേജർ ബെനിഫിഷ്യറി ആയിട്ട് മാറാൻ പോകുന്നത് കേരളത്തിൽ നിന്നുള്ള കിങ്സ് ഇൻഫ്രാ വെഞ്ചറാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വീണ്ടും ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. കാരണം കോട്ടക് ഷെയർവെൽത്തിൻ്റെ ഇൻവെസ്റ്റേഴ്സ് ധാരാളം ക്വാണ്ടിറ്റി കിങ്സ് ഇൻഫ്രാ വെഞ്ചർ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നറിയാം. വീണ്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ അക്യൂർ ചെയ്ത് നന്നായിരിക്കുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ഒപ്പം ഒരു കാര്യം മറക്കണ്ട, അടുത്ത ആഴ്ചയിൽ വലിയ രീതിയിൽ മാർക്കറ്റ് മുന്നേറുമ്പോൾ നല്ല പ്രോഫിറ്റബിലിറ്റി ആയിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് നല്ല പ്രോഫിറ്റ് കാണിക്കുന്ന സ്റ്റോക്കുകളിലൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും മറക്കണ്ട. കാരണം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന നല്ലൊരു കാര്യമാണ് മാർക്കറ്റ് ബൂമിൽ. ആ മാർക്കറ്റ് ബൂമിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു പ്രൈസ് നമുക്ക് കിട്ടുള്ളൂ. മാർക്കറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു പ്രൈസ് കിട്ടാൻ സാധ്യതകളൊക്കെ കുറവാണ്. അതുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, കോൺഫിഡൻസോട് കൂടി ഇരിക്കുക. മാർക്കറ്റിൽ ഒരു പക്ഷേ നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ വന്നേക്കാം. കാരണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വീണ്ടും മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഉണ്ടാക്കുന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. അത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ടിരിക്കുക. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ മാത്രം മാർക്കറ്റ് താഴെ വരുമ്പോൾ എൻട്രി ചെയ്യുക. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങാനുള്ള ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈവനിങ് പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.